Hi friends, now we can collection of data. What is collection of data? Data is collect. So first of all, what is data? Raw facts and figures in data in the organize information valid conclusion facts and figures, raw unorganized facts and figures are called what? Data in the so we research data data collect. So how we will be collecting the data? Data collect. That is the question. So collection of data we data collect. So source of data. So statistical data can be collected in two means. Statistical data analysis collect. One is primary source and another one is secondary source. One is primary source and secondary source. Another primary source. Primary source is data first hand direct researcher collect primary data. On the other hand, any agency collect data researcher use secondary data. For example, now, for example, Tirunelveli textile shop customers behavior. So, I am a researcher. I am first hand source of information. Okay, I am data collect. So, that is primary data. At the same time, I am stock market behavior. I am stock market data website. So, already website data. So, that is secondary source of data for me. Secondary data. Okay. Then it comes to the purpose of the survey is to collect data. So source of data primary and secondary source. And two different concepts. Survey concept is there, sample concept is there, data collecting. Survey is one population unit survey. എന്നാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു particular sample എടുത്തിട്ട് ആ സാമ്പിളിനെ പറ്റി മാത്രം പഠിച്ചിട്ട് പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സാമ്പിളിംഗ് ആണ്. ഓക്കേ. എന്ന് വെച്ചാൽ എന്താണ് പോപ്പുലേഷൻ? അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ജനസംഖ്യ ആണോ? അല്ല, ജനസംഖ്യ ആവാം, പക്ഷേ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ദ ഹോൾ സ്റ്റഡി യൂണിറ്റിന് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന 100 ബൾബിന്റെ എഫിഷ്യൻസിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 100 ബൾബ് എന്താണ്? പോപ്പുലേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് തിരൂരങ്ങാടിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ ആണ്. അപ്പോൾ തിരൂരങ്ങാടിയിൽ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും എന്താണ്? പോപ്പുലേഷനാണ്. ഓക്കെ, അപ്പോൾ ആ പോപ്പുലേഷനെ പറ്റി മൊത്തമായിട്ട് പോപ്പുലേഷനിലെ എല്ലാ ആളുകളെയും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റുകളെയും പറ്റി പഠിക്കുമ്പോൾ എന്താണ്? അത് സർവേ ആയി. എന്നാൽ പോപ്പുലേഷൻ നിന്ന് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് യൂണിറ്റിനെ എടുക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ തിരൂരങ്ങാടിയിൽ മൊത്തം കസ്റ്റമേഴ്സിനെ പറ്റി പഠിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഒരു 50 ആളെടുത്ത് പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? ഒരു സാമ്പിൾ എടുത്തു. ആ സാമ്പിൾ പഠിക്കുന്നു. സാമ്പിളിന്റെ ബേസിൽ നമ്മൾ പറയണം ഓക്കെ സാമ്പിൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്തായിരിക്കും പോപ്പുലേഷനും ഇങ്ങനെയായിരിക്കും, നമ്മൾ എന്ത് ചെയ്യും? കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ സോഴ്സ് ഓഫ് ഡാറ്റ ക്യാൻ ബി either primary or secondary. Okay, so primary data, what is primary data? Primary, so primary data is based on first hand information. First hand information primary data. The researcher direct data collect by direct inquiry. Okay, primary data is more reliable, more accurate and more clarity precise. Primary data is കൂടുതൽ വിശ്വാസയോഗ്യമാണ്, clarity precise ആണ്, accurate ആണ്. കാരണം നമ്മൾ റിസർച്ചർ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയാണ്. ഓക്കെ, പക്ഷെ അതേ സമയത്തിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ. കുറേ സമയം ഇതിനു വേണ്ടി പോകും. നമ്മളിപ്പോൾ തിരുരങ്ങാടിയിലെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ പഠിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. അപ്പോൾ അവിടെ പോകാൻ വണ്ടിക്കൂലി വേണം, അത് അല്ലാത്ത ചിലവ് വേണം. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് ബിറ്റ് കോസ്റ്റ്ലി ആൻഡ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി ഡാറ്റയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, when it comes to secondary data, if the data have been collected and processed by some other agency, നമ്മൾ കണ്ടു പ്രൈമറി ഡാറ്റ എന്ന സമയത്ത് എന്താണ് റിസർച്ചർ നേരിട്ട് ചെന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പ്രൈമറി ഡാറ്റയാണ്. പക്ഷേ സെക്കൻഡറി ഡാറ്റയിലേക്ക് വരുമ്പം ഓൾറെഡി കളക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഏജൻസി കളക്ട് ചെയ്ത് വെച്ച ഇൻഫർമേഷൻ നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ബിഹേവിയറിനെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ സ്റ്റോക്ക് പ്രൈസ് ഡാറ്റ എവിടെ നിൽക്കും? നമ്മൾ വെബ്സൈറ്റിൽ നിൽക്കും. സോ ഓൾറെഡി ഒരു ഏജൻസി, അതായത് വെബ്സൈറ്റ്, അവർ എടുത്തു വെച്ച ദാറ്റ നമ്മൾ എടുക്കുകയാണ്. സോ ദാറ്റ് ഇസ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. സോ പ്രൈമറി ഡാറ്റ വിൽ ബി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, secondary data will be second hand information. So secondary data, it is only second hand information. I said secondary data can be obtained from published sources such as government reports, documents, newspapers and books written by economists or from any other source, for example a website. So secondary data എവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം?
സോ പബ്ലിഷ്ഡ് സോഴ്സ് നമുക്ക് എടുക്കാം. ഏതൊക്കെയാണ് പബ്ലിഷ്ഡ് സോഴ്സ്? ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വരാം, ലൈക്ക് ഇപ്പം ബഡ്ജറ്റിലെ ഡാറ്റ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ആണ് യൂണിയൻ ബഡ്ജറ്റ് എല്ലാ വർഷവും അല്ലേ പുറത്തു വിടുന്നത്. സോ ഗവൺമെന്റ് റിപ്പോർട്ടാണ്. ദെൻ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ ബുക്സ് റിട്ടൺ ബൈ എക്കണോമിസ്റ്റ്, ഏതെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ റൈറ്റ് ചെയ്ത ബുക്സ്, അല്ലെങ്കിൽ എനി അതർ സോഴ്സ് ലൈക്ക് വെബ്സൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഷെയർ പ്രൈസ് ഡാറ്റ വെബ്സൈറ്റിൽ ഡൗൺലോഡിങ്. സോ ഇങ്ങനെ എനി സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി ഡാറ്റയായിട്ട് കളക്ട് ചെയ്യാം. സോ യൂസ് ഓഫ് സെക്കൻഡറി ഡാറ്റ സേവ് ടൈം ആൻഡ് കോസ്റ്റ്. നമ്മൾ കണ്ടു പ്രൈമറി ഡാറ്റ സമയത്ത് ടൈം ആൻഡ് കോസ്റ്റ് പ്രോബ്ലം ആണ്. പക്ഷേ സെക്കൻഡറിയിലേക്ക് വരുന്നത് എന്താണ്? ടൈം ആൻഡ് കോസ്റ്റ് വിൽ നോട്ട് ബി ദാറ്റ് മച്ച് പ്രോബ്ലം. സോ ദ ലിമിറ്റിംഗ് ആസ്പെക്ട് ഓഫ് സെക്കൻഡറി ഡാറ്റ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ലെസ് അക്യുറേറ്റ്, ലെസ് റിലയബിൾ, ലെസ് ക്ലാരിറ്റി ആൻഡ് നോട്ട് ഇൻ എ പ്രിസൈസ് ഫോം. പക്ഷേ ടൈം കൺസ്യൂമിംഗ് ഇല്ല, അതേപോലെ തന്നെ കുറച്ച് കോസ്റ്റും കുറവാണ്. പക്ഷെ അതേ സമയത്ത് പ്രൈമറി ഡാറ്റയ്ക്കുള്ള കുറേ അഡ്വാൻറ്റേജസ് ഇതിന് ഡിസഡ്വാൻറ്റേജസ് വരും. ലൈക്ക് റിലേറ്റീവായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി പ്രിസൈസ് കുറച്ച് കുറവായിരിക്കും. റിലയബിൾ, വിശ്വാസയോഗ്യമായിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് ആ വെബ്സൈറ്റിനെ ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല. സോ ക്ലാരിറ്റിയുടെ പ്രോബ്ലം വരും, ആക്യുറസിയുടെ ഒരു പ്രോബ്ലം വരാം, റിലയബിലിറ്റി, വിശ്വാസയോഗ്യതയുടെ ഒരു പ്രോബ്ലം ഒക്കെ വരാം. സോ പ്രൈമറി ഡാറ്റയുടെ അഡ്വാൻറ്റേജ് ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയും, ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് പ്രൈമറി ഡാറ്റയ്ക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടും വരും. സോ പ്രൈമറി ഡാറ്റ നത്തിങ്, നമ്മൾ നേരിട്ട് റിസർച്ചർ നേരിട്ട് ചെന്ന് ഡാറ്റ കളക്ട് ചെയ്യും. സെക്കൻഡറി ഡാറ്റ ആകുന്ന സമയത്ത് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫർമേഷനിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സോ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ കണ്ടു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഒരു മീൻസ് ആണ് എന്ത്? ക്വസ്റ്റ്യർ എന്ന് പറയുന്നത്. സോ ഹൗ ടു പ്രിപ്പയർ എ ക്വസ്റ്റ്യർ, എങ്ങനെ ക്വസ്റ്റ്യർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി വാണ്ട് ടു കൺസിഡർ? So the most common type of instrument used in survey is questionnaire or interview. So സർവേ നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പോപ്പുലേഷനെ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യണം. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ക്വസ്റ്റ്യർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണ്. ക്വസ്റ്റ്യർ എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ റെസ്പോണ്ടൻസിന്, അതായത് മറുപടി തരേണ്ട ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യർ കൊടുക്കും. ക്വസ്റ്റ്യർ കൊടുത്തിട്ട് അയാളോട് എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും അയാളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച്. ഓക്കെ, ദെൻ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ട് ഇൻ പേഴ്സൺ മീറ്റ് ചെയ്തിട്ട് നമ്മൾ അയാളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കുന്നു. നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ചിൽ കൂടുതലും ക്വസ്റ്റ്യർ ഡാറ്റ ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ് സൈക്കോളജിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും ഇന്റർവ്യൂയിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, സോ വൈൽ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യർ വാട്ട് ആർ ദ തിങ്സ് യു ഹാവ് ടു കൺസിഡർ? നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? വൈൽ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. ക്വസ്റ്റ്യർ ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റ്യർ ഒരിക്കലും കുറേ അധികം ആവാൻ പാടില്ല, ടു ലോങ് ആവാൻ പാടില്ല. കാരണം റെസ്പോണ്ട് ചെയ്യാൻ ആരും കാണില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിരിക്കണം, പക്ഷേ അതേ സമയത്ത് കൂടുതലായി കഴിഞ്ഞാൽ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ തിരുരങ്ങാടിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അറിയണം. ഞാനൊരു 10,000 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അവരോട് ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? അവർക്ക് സമയം ഉണ്ടാവില്ല, അവർക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? നിങ്ങളാണെങ്കിൽ ചെയ്യും? ഇല്ല, ഞാനാണെങ്കിൽ ചെയ്യില്ലല്ലോ. സോ വൈൽ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യർ ഷുഡ് നോട്ട് ബി ടു ലോങ്. കൂടുതൽ എന്താകാൻ പാടില്ല? ലോങ് ആവാൻ പാടില്ല. ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ആസ് മിനിമം ആസ് പോസിബിൾ. ക്വസ്റ്റ്യൻ്റെ നമ്പർ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. മാക്സിമം മിനിമൈസ് ചെയ്യാൻ നോക്കുക. എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തുക. അതേസമയം നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി മിനിമൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു 10 ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ 10 ക്വസ്റ്റ്യനുള്ളൂ ആൻസർ ചെയ്യാൻ വിചാരിക്കും. പക്ഷേ 500 ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ 500 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യാൻ, ഇതൊക്കെ അവർ പഠിക്കുന്നില്ലെന്ന് വിചാരിക്കും. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇറ്റ് ഷുഡ് ബി ഓൾ ദ കണ്ടന്റ് ഷുഡ് ബി എംബഡഡ് ഇൻ ദാറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി മിനിമൽ. ക്വസ്റ്റ്യൻ നമ്പർ എന്തായിരിക്കണം? മിനിമൽ ആയിരിക്കണം. ഓക്കെ, ദ ക്വസ്റ്റ്യർ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അവോയ്ഡ് ഡിഫിക്കൽട്ട് വേർഡ്സ്. ക്വസ്റ്റ്യർസ് ഉണ്ടാക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യരുത്. കാരണം എല്ലാ ആളുകൾക്കും മനസ്സിലാവേണ്ട. നമ്മുടെ പർപ്പസ് എന്താണ്? നമുക്ക് കൂടുതൽ വെക്കാബുലറി അറിയുന്ന നാട്ടുകാരെ അറിയിക്കല്ല, പകരം അവരിൽ നിന്ന് എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ, സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിലായിരിക്കണം എന്ത്? ക്വസ്റ്റ്യർ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. പിന്നെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിലെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ ചോദിക്കണം. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അയാളുടെ പേര്, അയാളുടെ ജെൻഡർ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അല്ലാതെ തന്നെ ആദ്യം തന്നെ ചെന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റവും വില കൂടിയ ചുരിദാർ വാങ്ങുന്നില്ല? ക്വസ്റ്റ്യൻ. അപ്പോൾ നേരിട്ട് ആദ്യം തന്നെ ഒരാളെ കാണുന്ന സമയത്ത് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ നേരിട്ട് അയാളോട് പേര്, അയാളുമായിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഷെയർ ചെയ്യാതെ നേരിട്ട് ചെന്നിട്ട് ഓക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് വില കൂടിയ ചുരിദാർ വാങ്ങുന്നത്, അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് വില കൂടിയ ഇന്ന സംഭവം വാങ്ങുന്നത്? പക്ഷേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഫെയർ. ദാറ്റ് ഷുഡ് ബി ആൻ ഓർഡർ. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്താണ് അനലൈസ് ചെയ്യേണ്ടത് അതിലേക്ക് വരിക. സോ ജനറൽ ടു സ്പെസിഫിക്, ദാറ്റ് ഫ്ലോ ഷുഡ് ബി ദർ ഇൻ എ ക്വസ്റ്റ്യനെയർ. Okay, the question should be arranged in an order. Yeah, that is what I said. It should be from general to specific. So the series of questions should not move from should move from general to specific. Neppa പറഞ്ഞോളൂ. ആദ്യം ഒന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജനറൽ അവയർനെസ്സിനെ പറ്റി ഒന്ന് ചോദിക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾ കുറേ കാലമായില്ല ഇവിടെ വരുന്നു, എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഷോപ്പിലേക്ക് തന്നെ വരുന്നത്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുക. ദെൻ ഫ്രം ഇൻ സ്പെസിഫിക്കിലേക്ക് വരിക. എന്തൊക്കെ കാര്യം ഇപ്പം നമുക്കറിയേണ്ട ഏതൊക്കെ ഫാക്ടേഴ്സാണ്
ഈ ഷോപ്പിലേക്ക് വരാൻ നിങ്ങളെ നയിക്കുന്ന കാര്യം, അതാണ് നമുക്ക് അറിയേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഫാക്ടേഴ്സ് നോക്കിയാൽ എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര കാലം ഈ ഷോപ്പിലേക്ക് വരാൻ തുടങ്ങിയിട്ട്, അതിൽ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എത്ര കാലം ഈ ഷോപ്പിലേക്ക് വരാൻ തുടങ്ങിയിട്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നത്, പിന്നെ അങ്ങനെ ഫ്രം ജനറലൈസ് ചെയ്ത് വന്നിട്ട് ദെൻ സ്പെസിഫിക്കിലേക്ക് എന്ത് ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇറ്റ് ഷുഡ് ബി ദ പ്രോപ്പർ വേ ഓഫ് കൺസ്ട്രക്ടിങ് എ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ദി സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് ആയിരിക്കണം, അതേ സമയത്ത് അത് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ്. രണ്ട് നെഗറ്റീവ്സ് യൂസ് ചെയ്തരുത് അതിൻ്റെ അകത്ത്. അതായത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യാറില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഓക്കെ, അപ്പം ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയണം, ഒരാൾക്ക് ടീഷർട്ട് ഇഷ്ടമല്ല, അതേ സമയത്ത് അയാൾക്ക് എന്താണ്, ഷർട്ടാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ടീഷർട്ട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഷർട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. സോ നെഗറ്റീവിൽ നിന്ന് എന്ത് ചെയ്യുക, പോസിറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുക. സോ അല്ലേ, ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് മീനിങ് ആണ്. പകരം എന്ത് ചെയ്യുക, അയാൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അയാൾക്ക് വേറെ സാധനം ഇഷ്ടമാണ്, സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ഗുഡ്. നിങ്ങൾക്ക് ടീഷർട്ട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഷർട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. The question should not be a leading question which gives a clue about how the respondent should answer. So questions create ചെയ്യുന്ന സമയത്ത് ബയാസ്നെസ് പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി അൺബയാസ്ഡ്. എന്നെ പോലെ ബയാസ്ഡ് ആവാൻ പാടില്ല. ഞാൻ കുറച്ച് ബയാസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ അൺബയാസ്ഡ് ആയിരിക്കണം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. എങ്ങനെ എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ക്ലൂ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണെന്ത്, നിങ്ങൾക്ക് എത്ര ചിൽഡ്രൻ ഉണ്ട്. സോ മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ മാരീഡ് ആണെങ്കിൽ വി ആർ ഗിവിങ് എ ക്ലൂ, ദാറ്റ് ഈസ് സോ ലൈക്ക് വൈസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന സമയത്ത് ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ക്ലൂ കൊടുക്കാനായിട്ട് എന്ത് പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനർ ബയാസ് ആയി പോകും. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്ക് നഷ്ടമാവും, റെസ്പോണ്ടന്റിന് നഷ്ടമാവും. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ലീഡിംഗ് ക്വസ്റ്റ്യൻ വിച്ച് ഗീവ്സ് എ ക്ലൂ അബൌട്ട് ഹൗ ദ റെസ്പോണ്ടന്റ് ഷുഡ് ആൻസർ. ഒരു റെസ്പോണ്ടന്റ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ക്ലൂ നൽകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്ട് ചെയ്ത്, കാരണം അയാൾ ആ ക്ലൂ ബേസ് ചെയ്ത് പോകും. അയാളുടെ ഉള്ളിലുള്ള എക്സാക്ട് ആൻസർ ചിലപ്പോൾ എന്തായിക്കോണമെന്നില്ല, റിവീൽ ആയിക്കോണമെന്നില്ല. ഓക്കെ, സോ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ, മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. ഇനി നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനിലേക്ക് വരാം. ഓക്കെ, there are 3 basic ways of collecting primary data. അതായത് 3 രീതിയുണ്ട് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ. ഏതൊക്കെയാണത്? പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് നേരിട്ട് ചെന്ന് കണ്ട് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ നടത്താം. മെയിലിംഗ് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാം, ഇമെയിൽ ചെയ്തിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യാം. ടെലിഫോൺ ഇന്റർവ്യൂ, നമുക്ക് ടെലിഫോണിലൂടെ ഇന്റർവ്യൂ നടത്താം. സോ ഇൻ പേഴ്സൺ ഇന്റർവ്യൂ നടത്താം, ടെലിഫോണിലൂടെ ഇന്റർവ്യൂ നടത്താം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ ഫോം ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അതും എഴുതാം. ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്ത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ഗൂഗിൾ ഫോമിൽ കയറിയിട്ട് എന്ത് ചെയ്തോളും, ആൻസർ ചെയ്തോളും. അങ്ങനെ കുറേ മോഡ്സ് ഉണ്ട്, അതോടെ എഴുതിയിട്ടില്ല. യു ക്യാൻ ആഡ് ദാറ്റ് ഓൾസോ ഇൻ യുവർ എക്സാംസ്. ഓക്കെ, സോ മെയിൽ ചെയ്ത് കൊടുക്കാം, ക്വസ്റ്റ്യർ മെയിൽ ചെയ്യാം, പേഴ്സണൽ ഇന്റർവ്യൂ നടത്താം, ടെലിഫോണിക് ഇന്റർവ്യൂ നടത്താം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മോഡ്സ് ലൈക്ക് ഗൂഗിൾ ഫോം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഇതെല്ലാം പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വേസ് ആണ്. സോ പേഴ്സണൽ ഇന്റർവ്യൂ എന്താണ്? പേഴ്സണൽ ഇന്റർവ്യൂ, ദ മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ റിസർച്ചർ ഹാസ് ആക്സസ് ടു ഓൾ ദ മെമ്പേഴ്സ്. The researcher or investigator conduct face-to-face interview with the respondent. So, ഇപ്പം ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ എല്ലാ ആളുകളുമായിട്ട് എന്തുണ്ട്, റിസർച്ചർക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് അവിടെ പോയിട്ട് അവരെ നേരിട്ട് മീറ്റ് ചെയ്ത് അവരോട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് പേഴ്സണൽ ഇന്റർവ്യൂ. ഡയറക്ട്ലി ദ റിസർച്ചർ ഇസ് മീറ്റിംഗ് ദ പേഴ്സൺ, ഐ മീൻ ദ റെസ്പോണ്ടന്റ്, ആൻഡ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ. ഓക്കെ, അയാളുടെ റെസ്പോണ്ടന്റ് എടുക്കുന്നു. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ എന്തൊക്കെയാണ്? പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ അഡ്വാൻറ്റേജ്, ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്. ഇപ്പം നമ്മൾ നേരിട്ട് ചെന്ന് മീറ്റ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസ് കൂടും. ഇപ്പം നമ്മൾ മെയിൽ ചെയ്തു, ഇപ്പോൾ എനിക്ക് ഒരാൾ ക്വസ്റ്റ്യൻ മെയിൽ ചെയ്യാന്ന് വിചാരിക്കുക, അപ്പോൾ ഒരുപാട് മെയിൽസ് വരുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല. പക്ഷേ അതേ സമയത്ത് ഒരാൾ നേരിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട്, സാർ എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുക, അപ്പോൾ അയാൾ അത്രയും വന്നല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെസ്പോൺസ് കൊടുക്കാനുള്ള ചാൻസ് എന്ത് ചെയ്യും, കൂടും. അലോസ് യൂസ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അത് ചോദിക്കുന്ന സമയത്ത് ചോദിക്കപ്പെടുന്ന, ഐ മീൻ റെസ്പോണ്ടന്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ അതേസമയം നമ്മൾ ഇൻ പേഴ്സൺ ആവുന്ന സമയത്ത്, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ചെയ്ത് ഡോക്യുമെന്റ് സെൻഡ് ചെയ്യാണ്. അപ്പോൾ വായിക്കുന്ന ആൾ ഏത് രീതിയിലാണ് നമുക്ക് അറിയില്ല. കാരണം ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റൂഡായിട്ട് തോന്നും,
പക്ഷെ അതേസമയത്ത് ഇൻ പേഴ്സൺ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ജസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ദാൻ ദാറ്റ് ഓഫ് എ ക്വസ്റ്റ്യർ. ഓക്കെ ആ പേഴ്സണൽ ഇൻറ്റിമസി വരും, അലൗസ് യൂസ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, നമുക്ക് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഓപ്ഷൻസ് കൊടുക്കും. ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻസ് കൊടുക്കും. നിങ്ങൾ ഈ ഇപ്പം ഇമ്മാനുവൽ സിൽക്സിനെ പറ്റി ഇമ്മാനുവൽ സിൽക്സിൻ്റെ ലൈക്ക് പ്രോഡക്റ്റ് വെറൈറ്റിയിൽ നിങ്ങൾ സംതൃപ്തനാണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആവുന്ന സമയത്ത് ആ റെസ്പോണ്ടന്റിന് ഫ്രീ ആയിട്ട് ആൻസർ പറയാം. അയാൾക്ക് പറയാം ഓക്കെ ഞാൻ സംതൃപ്തനാണ്, ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ സംതൃപ്തൻ എന്നൊക്കെ പറയാം. പക്ഷേ അതേ സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ ഇമ്മാനുവൽ സിൽക്സിൻ്റെ പ്രോഡക്റ്റ് വെറൈറ്റിയിൽ സംതൃപ്തനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ എന്താക്കും, നമുക്കൊരു ഓപ്ഷൻ കൊടുക്കേണ്ടി വരും. ലൈക്ക് യെസ് ഐ എം സ്ട്രോങ്ലി എഗ്രി, ഐ എം ഹൈലി സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടി വരും. സോ ആ ഓപ്ഷനിൽ അയാൾ സ്റ്റിക്കായി പോകും. ഓക്കെ, കാരണം ഓപ്പൺ ആയിട്ട് അയാൾക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഓപ്പൺ എൻഡഡ് ആയിട്ട് ഒരു ലിമിറ്റ് ഇല്ലാതെ ഒരു റെസ്ട്രിക്ഷൻസ് ഓഫ് ഓപ്ഷൻസ് ഇല്ലാതെ എന്ത് ചെയ്യാം, അയാൾക്ക് ആൻസേഴ്സ് പറയാൻ പറ്റും. ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അലൗസ് ക്ലാരിഫിക്കേഷൻ ഓഫ് അംബിഗസ് ക്വസ്റ്റ്യൻസ്. പിന്നെ ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അംബിഗസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ക്വസ്റ്റ്യർ ആവുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവർ അവിടെ ചെല്ലാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ എന്താണ്, ഐ മീൻ ആസ് എ റിസർച്ചർ, ആസ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ, വാട്ട് ഐ റിയലി മെൻ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പേഴ്സണൽ ഇന്റർവ്യൂ ആവുന്ന സമയത്ത് നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ ഇപ്പോൾ അയാൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അയാൾക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കാം. ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ ഇന്നതാണ് മീൻ ചെയ്തത്. സോ ദാറ്റ് അയാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, then it has got some disadvantages as well. Let's see disadvantage. Most expensive, ഭയങ്കര ചിലവ് കൂടുതലാണ്. ഇപ്പം ഒരു 20 ആൾ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ 20 സ്ഥലത്ത് പോകേണ്ടി വരും. അതിന് തന്നെ വണ്ടിക്കൂലി തന്നെ എന്തോ രൂപയാവും, പിന്നെ അല്ലാതെ ചിലവ് അറിയും വരും. സോ ഇറ്റ് ഇസ് എക്സ്പെൻസീവ്. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്, നമ്മൾ ക്വസ്റ്റ്യർ സെൻഡ് ചെയ്യുന്ന സമയത്ത് മുഖം നോക്കാതെയാണ് റെസ്പോണ്ടൻ്റ് ആക്ഷൻ എടുക്കുന്നത്. അയാൾ ജസ്റ്റ് ആൻസർ പറയുകയാണ്, ഇസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അതേസമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആസ് എ റിസർച്ചർ നമുക്ക് വേണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം. നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് അയാൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഇന്ന ഒരു റിസർച്ച് ഔട്ട്പുട്ടാണ് നമ്മൾ മീൻ ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് ഇന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ആ ആൻസേഴ്സ് ഫ്രെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാനിപ്പുലേഷൻ, പക്ഷേ അത് അങ്ങനെ സംഭവിക്കും. ഓക്കെ, ബയാസ്നെസ്സിന് ചാൻസ് കൂടുതലാണ്. മോർ ടൈം ടേക്കിംഗ്, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പം ഒരു 10 ആൾക്ക് മെയിൽ സെൻഡ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനേക്കാളും സമയമായിരിക്കും എന്താ 10 ആൾ നേരിട്ട് ചെന്ന് മീറ്റ് ചെയ്യുന്നത്. ഒരാൾ ചിലപ്പം വേറൊരു സ്ഥലത്തായിരിക്കും, വേറൊരാൾ വേറെ സ്ഥലത്തായിരിക്കും. സോ എല്ലായിടത്തും നമ്മൾ പോയി മീറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. ദെൻ മെയിലിംഗ്, നെക്സ്റ്റ് മെത്തേഡാണ് മെയിലിംഗ്. സോ നമ്മൾ ക്വസ്റ്റ്യർ കണ്ടു, നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂയിലേക്ക് വന്നു. ദെൻ നമുക്ക് മെയിലിങ്ങിനെ പറ്റി, മെയിലിംഗ് ഓഫ് ക്വസ്റ്റ്യർസ് സർവേസ്, ലൈക്ക് നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കുക. വെൻ ദ ഡാറ്റ ഇൻ എ സർവേ ആർ കളക്റ്റഡ് ബൈ മെയിൽ, ദ ക്വസ്റ്റ്യർ ഈസ് സെൻഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽ ബൈ മെയിൽ വിത്ത് എ റിക്വസ്റ്റ് ടു കംപ്ലീറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ് ബൈ എ ഗിവൺ ഡേറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യർ ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യർ എന്ത് ചെയ്യും, ബൈ മെയിൽ, ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ വഴി, നിങ്ങൾക്ക് അറിയാലോ ഇമെയിൽ, ഗൂഗിൾ മെയിലൊക്കെ അല്ലേ, ജിമെയിലൊക്കെ അല്ലേ എല്ലാവർക്കും. സോ അതുവഴി നമ്മൾ ക്വസ്റ്റ്യർ സെൻഡ് ചെയ്ത് കൊടുക്കും. ഒരാളോട് പ്ലീസ് അതൊന്ന് റെസ്പോണ്ട് ചെയ്ത് നമുക്കൊന്ന് തിരിച്ചയക്കൂ, നമ്മൾ എന്ത് ചെയ്യും, അവരോട് പറയും. അപ്പോൾ മര്യാദയ്ക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്ത് തിരിച്ചയക്കും. പക്ഷേ ആ സമയത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കൂടുതലാണെങ്കിൽ അയാൾ ആദ്യത്തെ ഒരു 5-6 ക്വസ്റ്റ്യനൊക്കെ ജസ്റ്റ് ആൻസർ ചെയ്യും, പിന്നെ ബാക്കിയൊക്കെ അയാൾ ടപ്പയെന്ന് വെറുതെ ഇട്ടിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യറിൽ അയക്കേണ്ടത്. അത് തന്നെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. പിന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പാടില്ല. അനാവശ്യമായിട്ട് ആളെ ഒരു പ്രത്യേക രീതിയിലേക്ക് ആൻസേഴ്സ് ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടി ആൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പൊളൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ വഴി ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് മെയിലിംഗ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലീസ്റ്റ് എക്സ്പെൻസീവ്, വലിയ ചിലവൊന്നുമില്ല. നമ്മുടെ ഗൂഗിൾ ആക്സസ് ചെയ്ത് ഗൂഗിൾ മെയിൽ കയറിയിട്ട് നമ്മൾ അയച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ യാഹൂ മെയിൽ കയറിയിട്ട് സെൻഡ് ചെയ്താൽ മതി. ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്, ചില ഏരിയാസിൽ നമുക്ക് ഇൻ പേഴ്സൺ ഗോ ആൻഡ് മീറ്റ് മേ നോട്ട് ബി പോസിബിൾ, കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടെലിഫോൺസും വർക്ക് ആയിക്കോണമെന്നില്ല. പക്ഷേ അവിടേക്ക് എന്ത് ചെല്ലും, മെയിൽ ചെല്ലും, ഇലക്ട്രോണിക് ഇമെയിൽ ചെല്ലും. ഓക്കെ, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്. നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റിന്റെ മുകളിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. നമ്മൾ പേഴ്സണലി മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ഇവിടെ മെയിലിൽ നമ്മൾ എന്താണ്, ക്വസ്റ്റ്യറാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യർ നമ്മൾ പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്താൽ എന്ത് വരില്ല, അവിടെ ബയാസിന് ചാൻസ് ഇല്ല. മെയിൻറ്റെയിൻസ് അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്. സോ ദെൻ റെസ്പോണ്ടൻസിന്റെ പേര് വെളിപ്പെടുത്തുന്നു. പല സമയത്തും റെസ്പോണ്ടൻസ് പ്രോപ്പറായി ഡാറ്റ തരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. അവരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ, അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ടോ?
ഞാൻ എൻ്റെ അഭിപ്രായം ഇതാണ്, പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പുറത്തു പറയുമ്പോൾ അത് എനിക്ക് അപകടം സംഭവിക്കും. അങ്ങനെയൊക്കെ പേടിയുള്ളതുകൊണ്ടാണ് പലരും റെസ്പോൺസ് പ്രോപ്പറായിട്ട് തരാത്തത്. സോ മെയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് അനോണിമസ് ആയിരിക്കും. അതായത് നമ്മൾ പറയും നിങ്ങൾ നിങ്ങളുടെ പേര് വെളിപ്പെടുത്തേണ്ട, ഇൻഫർമേഷൻ മാത്രം പറഞ്ഞാൽ മതി. സോ ആ റെസ്പോണ്ടൻസ് എന്ത് ചെയ്യും, അപ്പോൾ അവരുടെ അനോണിമിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് സെക്യൂരിറ്റി ഉണ്ട്. സോ അവർ റെസ്പോണ്ട് തരാനുള്ള ചാൻസ് കൂടും. അത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് ആദ്യം അയാളുടെ പേര് ചോദിച്ചു നോക്കുക, അപ്പോൾ അയാൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ചൊരു മടിയാണ്. പക്ഷേ പേര് ചോദിക്കാതെ ആൻസർ മാത്രം ചോദിച്ചാൽ കൂടുതലായിട്ട് ആൻസർ ചെയ്യും. ട്രിക്കാണ്, ചെയ്ത് നോക്കാം. ഓക്കെ, സോ ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല എന്താണ്, ഇതാണ്. ഇപ്പോൾ നമ്മൾ ഓക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്കൊരു ഓക്കെ ഇപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ പറ്റിയൊക്കെ അറിയണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനോണിമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, കാരണം അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ, ഇപ്പം എയ്ഡ്സ് രോഗത്തെ പറ്റി. ഓക്കെ, നമുക്ക് എയ്ഡ്സ് രോഗത്തെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ എയ്ഡ്സ് രോഗത്തെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എയ്ഡ്സ് പേഷ്യൻസിനോട് ചോദിക്കില്ലേ. എയ്ഡ്സ് പേഷ്യൻസിനോട് ചോദിക്കുമ്പം അവർക്ക് കണ്ടന്റ് ഒക്കെ തരാൻ അവർ ഓക്കെ ആയിരിക്കും, പക്ഷേ അതേ സമയത്ത് അവരുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ അവർ ഓക്കെ ആയിക്കൊള്ളുന്നില്ല. കാരണം അവർക്ക് സോഷ്യൽ സ്റ്റിഗ്മ, കാര്യങ്ങളും ഷെയിമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാവും. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അനോണിമസ് ആയിട്ട് അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അവരുടെ വെൽഫെയറിന് വേണ്ടി സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അവരുടെ വെൽഫെയർ ആ സമയത്ത് അവരുടെ നെയിം കളക്ട് ചെയ്ത് വെറുതെ അനാവശ്യമായൊരു സോഷ്യൽ ഷെയിം, സ്റ്റിഗ്മ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, അനോണിമസ് ആയിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്യുക. സോ അതിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഏതാണ്? ഇറ്റ് വിൽ ബി മെയിലിംഗ് വളരെ ബെനഫിഷ്യൽ ആണ് ആ കാര്യത്തിനൊക്കെ. ബട്ട് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കനോട്ട് ബി യൂസ്ഡ് ബൈ ഇലിറ്ററേറ്റ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് മെയിൽ സെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അയാൾക്ക് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അയാൾക്ക് വായിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസിന് നമ്മൾ മെയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താണ് ബെസ്റ്റ് സ്യൂട്ട്? ഏത് ടെലിഫോണിക് ഇൻ്റർവ്യൂ ഓർ ഗോ ആൻഡ് മീറ്റ് ദം ഇൻ പേഴ്സൺ. ഓക്കെ, ലോങ് റെസ്പോൺസ് ടൈം. ചില സമയത്ത് നമുക്ക് വിചാരിച്ച സമയത്ത് റെസ്പോൺസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ മെയിൽ സെൻഡ് ചെയ്തു, മറ്റേ ആൾ എപ്പോഴാണോ മെയിൽ എടുത്ത് നോക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആൾ ചിലപ്പോൾ അയാൾക്ക് സമയം ഉണ്ടെങ്കിൽ ആൾ റെസ്പോണ്ട് ചെയ്യും. കാരണം ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. Then does not allow explanation of unambiguous questions. Okay, ഇപ്പം കൺഫ്യൂഷൻ വരുത്തുന്ന അൺഅംബിഗ്യസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവിടെ സാധിക്കുന്നില്ല. ആ ക്വസ്റ്റ്യൻ അവർ റീഡ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. സോ ദെൻ റിയാക്ഷൻ കനോട്ട് ബി വാച്ച്ഡ്. ആ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് അതിന് റെസ്പോണ്ടന്റ് കൊടുക്കുന്ന റിയാക്ഷൻ എന്താണെന്നാണ് നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് കൺവിൻസ് ചെയ്യാനും പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. Then telephone interview. Then it comes to telephone interview. Telephone interviewയിലേക്ക് വരും. സോ ഇതിനെ ടെലിഫോൺ ഇന്റർവ്യൂ എന്താണ്? ഇന്റർവ്യൂവർ ടെലിഫോൺ വഴി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്ത് ചെയ്യും, മനസ്സിലാക്കാണ് ചെയ്യുന്നത് റെസ്പോണ്ടന്റ് അടുത്ത് നിന്ന്. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് ടെലിഫോണിക് ഇന്റർവ്യൂ: റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്, വലിയ ചിലവൊന്നുമില്ല. പിന്നെ റിലേറ്റീവ്ലി ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റ്. പേഴ്സണൽ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് റിലേറ്റീവ്ലി ഇൻഫ്ലുവൻസ് കുറവാണ് എന്തിന്, ടെലിഫോൺ ഇന്റർവ്യൂവിന്. പക്ഷേ നമ്മുടെ മറ്റേ സംഭവമില്ല, എന്തായിരുന്നു, മെയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് കൂടുതലാണ് എന്തിന്, ടെലിഫോണിക് ഇന്റർവ്യൂ. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് പേഴ്സണൽ ഇന്റർവ്യൂവിന് വരും, പിന്നെ ടെലിഫോണിക് ഇന്റർവ്യൂവിന് വരും, പിന്നെയാണ് എന്തിന് വരുന്നത്, മെയിലിന് ഇൻഫ്ലുവൻസ് വരുന്നത്. ഓക്കെ, സോ റിലേറ്റീവ്ലി ഇൻ റിലേഷൻ ടു ദ പേഴ്സണൽ ഇന്റർവ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ്. റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, മെയിലാവുന്ന സമയത്ത് റെസ്പോൺസ് റേറ്റ് കൂടാനുള്ള ചാൻസ് അത്രയും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഫോൺ ആവുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അതേ സമയത്ത് പേഴ്സണൽ ഇന്റർവ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചാൻസ് കുറവാണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് പേഴ്സണൽ ഇന്റർവ്യൂവിനാണ്, പിന്നെ ടെലിഫോണിക് ഇന്റർവ്യൂ വരും, പിന്നെ ആര് വരും, മെയിൽ വരും. അതേപോലെ തന്നെ റെസ്പോണ്ട് റേറ്റിന്റെ കാര്യം നോക്കുമ്പോൾ ആദ്യം പേഴ്സണൽ ഇന്റർവ്യൂ വരും, പിന്നെ ടെലിഫോണിക് ഇന്റർവ്യൂ വരും, പിന്നെ മെയിൽ ഇന്റർവ്യൂ വരും. ഓക്കെ, സോറി, മെയിൽ സെൻഡിങ് ക്വസ്റ്റ്യനെയർ വിയ മെയിൽ വരും. ഓക്കെ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെലിഫോണിക് ഇന്റർവ്യൂ: ലിമിറ്റഡ് യൂസ്, അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. ഓക്കെ, റിയാക്ഷൻ കനോട്ട് ബി വാച്ച്ഡ്. അവിടെയും റെസ്പോണ്ട് പറയുന്ന സമയത്ത് റിയാക്ഷൻ വാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫേസ് ടു ഫേസ് നമ്മൾ കാണുന്നില്ലല്ലോ. ദെൻ പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്. അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആസ് കമ്പയർഡ് ടു പേഴ്സണൽ ഇന്റർവ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലെങ്കിലും ആസ് കമ്പയർഡ് ടു മെയിൽ വി ക്യാൻ ഇൻഫ്ലുവൻസ് ദ പേഴ്സൺ. ഓക്കെ, സോറി, ആസ് കമ്പയർഡ് ടു ദ മെയിൽ ഇൻ ടെലിഫോണിക് ഇന്റർവ്യൂ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ പൈലറ്റ് സർവേ. സോ വാട്ട് ഇസ് പൈലറ്റ് സർവേ? നമുക്ക് പൈലറ്റ് സർവേ പറ്റി പഠിക്കാം. Once the questionnaire is ready, it is advisable to conduct a tryout with a small group which is known as pilot survey or pre-testing of the questionnaire. So നമ്മൾ questionnaire ഒക്കെ പ്രിപ്പയർ ചെയ്ത questionnaire നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്കത് എന്ത് ചെയ്യണം, അത് വെച്ച് ഡാറ്റ കളക്ട് ചെയ്യണം. പക്ഷേ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ questionnaire വാലിഡ് ആണോ, അല്ലെങ്കിൽ അത് റിലയബിൾ ആണോ, അല്ലെങ്കിൽ അതിന് നമ്മൾ വിചാരിച്ച ഒരു കപ്പാസിറ്റി വന്നിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും,
എക്സാക്റ്റ് ആയിട്ട് ഒറിജിനൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മളൊരു പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യും. പൈലറ്റ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് എടുക്കും, സ്മോൾ ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസ്. അവരുടെ ഇടയിലൂടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ കിട്ടിയ റെസ്പോൺസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വേണ്ട രീതിയിൽ റെസ്പോൺസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതിനാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ പൈലറ്റ് സ്റ്റഡി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ എത്രമാത്രം റെലവെന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ സർക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റി, റിലയബിലിറ്റി, ആക്യുറസി, അതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ദിസ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ദ പൈലറ്റ് സർവേ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ സർവേ. സോ ഏകദേശം ആ സർവേയെ പറ്റിയുള്ളൊരു പ്രാഥമികമായൊരു ഐഡിയ തരാൻ എന്തിന് സാധിക്കും, ഈ പറയുന്ന പൈലറ്റ് സ്റ്റഡിക്ക് സാധിക്കും. ആ ക്വസ്റ്റ്യൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഒന്ന് പ്രീ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് പ്രീ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആസ് ടു നോ ദ ഷോർട്ട് കമ്മിങ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻസിന്റെ ഡ്രോബാക്ക് മനസ്സിലാവും. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ്ലിയാണ് ദിസിൻ്റെ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഡ്രോബാക്ക് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പൈലറ്റ് സ്റ്റഡി സഹായിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. Okay, pilot survey also helps in assessing the suitability of questions. Questions and the suitability assess ചെയ്യാനും pilot study സഹായിക്കുന്നുണ്ട്. Clarity of instructionന്റെ clarity ക്ക് സഹായിക്കുന്നുണ്ട്. Performance of enumerator and the cost and time involved in the actual survey. സർവേയിലുള്ള ആക്ച്വൽ സർവേയിലുള്ള കോസ്റ്റ് ആൻഡ് ടൈം ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ എന്ത് സഹായിക്കും, പൈലറ്റ് സ്റ്റഡി സഹായിക്കും. ഓക്കെ, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേസ്. ഓക്കെ, സോ നമ്മൾ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേയിലേക്ക് വരികയാണ്. സോ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേയിലേക്ക് വരുന്ന സമയത്ത് സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേറ്റർ. സോ വാട്ട് ഈസ് സെൻസസ്? നമ്മൾ നേരത്തെ കണ്ട സമയത്ത് സർവേ എന്ന് പറയുമ്പം ബൈ ഡിഫോൾട്ട് സർവേ മീൻസ് ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് സെൻസസ് സർവേ. ഓക്കെ, ദെൻ സാമ്പിൾ സർവേ വിൽ കം. ഓക്കെ, സർവേ മെത്തേഡ് ആകുന്ന സമയത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുക. സോ നമ്മൾ കണ്ടു നേരത്തെ സർവേയെ പറ്റി ഞാൻ പറഞ്ഞ സമയത്ത് ഒരു പോപ്പുലേഷൻ എല്ലാ യൂണിറ്റിനോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ദാറ്റ് ഇസ് സെൻസസ് സർവേ. അതിനെയാണ് നമ്മൾ സെൻസസ് സർവേ എന്ന് പറയുക. ഒരു പോപ്പുലേഷൻ, ഒരു സ്റ്റഡി ഗ്രൂപ്പ് എടുത്താൽ ആ സ്റ്റഡി ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളോടും എല്ലാ യൂണിറ്റുകളോടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതാണ് എന്ത്, സെൻസസ് സർവേ എന്ന് പറയുന്നത്. അതേസമയത്ത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോട് മാത്രം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആ മൊത്തം പോപ്പുലേഷൻ യൂണിറ്റിനോട് ചോദിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് സാമ്പിൾ സർവേ. സോ മിയർ സർവേ സൈമിൾട്ടേനിയസ്ലി നോൺ ആസ് സെൻസസ് സർവേ. ഓക്കെ, സോ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേസ്. സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ. സോ സെൻസസ് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സെൻസസ് മെത്തേഡ്, സെൻസസ് സർവേ. അതിനെ നമ്മൾ സെൻസസ് സർവേ എന്ന് പറയും. So survey which includes every element of the population is known as census or the method of complete enumeration. Census survey നമ്മൾ method of complete enumeration എന്ന് പറയും. അത് ഒരു പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനോടും നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന മെത്തേഡാണ്. In India, census is carried out every 10 years. A house-to-house enquiry is carried out, covering all households in India, demographic data, life expectancy and all. Okay. Literacy, employment, life expectancy, size and composition of population, etc. are collected and published by the Registrar General of India. The last census of India was held in 2011. So census or complete enumeration survey എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പോപ്പുലേഷൻ ഒരു സ്റ്റഡി ഗ്രൂപ്പിലെ എല്ലാ യൂണിറ്റിനോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് എന്ത്, സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സെൻസസ് എടുക്കാറുണ്ട് അല്ലേ. സെൻസസ് എങ്ങനെയാണ് എടുക്കുന്നത്? സെൻസസ് എടുക്കുന്ന സമയത്ത് പോപ്പുലേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ, അവരുടെ കോമ്പോസിഷൻ ഓഫ് ജോബ്, ദെൻ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കാറുണ്ട്. നമ്മുടെ ലാസ്റ്റ് സെൻസസ് വാസ് ഹെൽഡ് ഇൻ 2011 കണ്ടക്ട് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്, സെൻസസ് സർവേ. ദെൻ വെൻ ഇറ്റ് കംസ് ടു സാമ്പിൾ സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തം പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നില്ല. പകരം എന്ത് ചെയ്യും, പോപ്പുലേഷനിലെ കുറച്ച് യൂണിറ്റ്സിനെ എടുത്തിട്ട് ആ സാമ്പിളിനെ പറ്റി മാത്രം പഠിക്കുമ്പോൾ എന്തായി, സാമ്പിൾ സർവേ. സോ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. പോപ്പുലേഷൻ ഓർ ദ യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ടോട്ടാലിറ്റി ഓഫ് ദ ഐറ്റംസ് അണ്ടർ സ്റ്റഡി. സോ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡിയിലെ മൊത്തം യൂണിറ്റിനാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാൻ ഞാൻ കണ്ടു. ആ പോപ്പുലേഷൻ്റെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ എന്തായി, സെൻസസ് സർവേ ആയി, അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡായി. സോ പോപ്പുലേഷൻ ഈസ് ഓൾവേസ് all the individuals or items who possess certain characteristics or a set of characteristics according to the purpose of the survey. Okay. So population is always all the individuals or items. അതായത് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ എല്ലാ ഐറ്റത്തിനെയും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിനെയും, ചിലപ്പോൾ ആളുകളായിരിക്കും, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 100 ബൾബിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ 100 ബൾബ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണല്ലേ. സോ ഇതെല്ലാം എന്താണ്, പോപ്പുലേഷനാണ്. The first task in selecting a sample is to identify the population. Okay.
So okay. സോ നമ്മൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, എക്സാക്ട് ഒരു പോപ്പുലേഷൻ വേണം. സോ സ്റ്റഡിയിൽ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി ഡിസൈൻ അനുസരിച്ച് ഒരു എക്സാക്ട് പോപ്പുലേഷൻ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ ഓൺലി വി ക്യാൻ സെലക്ട് ദ സാമ്പിൾ. സോ സർവേ മെത്തേഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു സെൻസസ് സർവേ or method of complete enumeration and sample survey. Okay, census survey or method of complete enumeration simultaneously known as mere survey അങ്ങനെയും പറയാറുണ്ട് നമ്മൾ. അപ്പോൾ complete enumeration or census survey means each and every unit of the population will be covered in that. പക്ഷേ സാമ്പിൾ സർവേയിലേക്ക് വരുമ്പോൾ മൊത്തം പോപ്പുലേഷനിലെ ഒരു സാമ്പിളിനെ മാത്രമേ നമ്മളിപ്പം തിരുരങ്ങാടിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിലെ എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും ഒരു 50 പേരെടുക്കുന്നു. അപ്പോൾ അത് സാമ്പിളായിട്ട് മാറും. ഓക്കെ, സോ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി ഡിസൈൻ അനുസരിച്ച് നല്ലൊരു പോപ്പുലേഷൻ കണ്ടെത്തണം. എങ്കിലേ നല്ല സാമ്പിൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. A sample refers to a group or selection of the population from which information is to be obtained. Okay, it is a representative item. So മൊത്തം പോപ്പുലേഷൻ എടുക്കാതെ അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ മൊത്തം പോപ്പുലേഷൻ എടുക്കാതെ ആ പോപ്പുലേഷൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം തിരുവങ്ങാടിയിലെ ടെക്സ്റ്റൈൽ കസ്റ്റമേഴ്സ് എടുക്കാതെ അതിന് ഒരു 50 പേരെ മാത്രം എടുക്കുന്നു. സോ ആ ഒരു മൊത്തം കസ്റ്റമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഈ 50 പേരാണ്. എന്നിട്ട് നമ്മൾ പറയും ഈ 50 പേരിൽ ഇങ്ങനെയാണ്, സോ ദാറ്റ് മൊത്തം ആളുകളുടെ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. എ ഗുഡ് സാമ്പിൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ന് പറയുന്നത് is generally smaller than the population and is capable of providing reasonably accurate information about the population at a much lower cost and shorter time. So നല്ലൊരു സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് ആ സാമ്പിൾ പോപ്പുലേഷനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, അതേ സമയത്ത് പോപ്പുലേഷനെ പറ്റി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം ആ സാമ്പിൾ. കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പോപ്പുലേഷനെ പറ്റി മൊത്തം ഒരു ഐഡിയ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പോപ്പുലേഷനേക്കാളും എണ്ണത്തിൽ കുറവുള്ള അതിനെയാണ് നമ്മൾ എന്ത് ബെസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, സോ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് ഈസ് വൺ വെയർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ആർ സെലക്ടഡ് റാൻഡം. ലൈക്ക് സാമ്പിൾ സെലക്ട് ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ ഏത് യൂണിറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. റാൻഡമൈസ് ചെയ്യാൻ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തതാണ്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഇന്ന ഗ്രൂപ്പ് മാത്രമേ ആ പോപ്പുലേഷൻ സെലക്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് റാൻഡമൈസ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. സോ ചാൻസ് ഓഫ് ലൈക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ റാൻഡമൈസ് ചെയ്ത് പോപ്പുലേഷനിൽ ഏത് ഐറ്റം വേണമെങ്കിലും വരാം, ഈക്വൽ പ്രോബബിലിറ്റിയാണ്. സോ റാൻഡമൈസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. സോ റാൻഡം സാമ്പിളിംഗ് വൺ വെയർ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ വിൽ ബി സെലക്ടഡ് റാൻഡംലി. Okay, in random sampling every individual has an equal chance of being selected. Okay, this is also called lottery method. So random sample എന്താണ്, പോപ്പുലേഷനിൽ ഏത് യൂണിറ്റിനും അല്ലെങ്കിൽ ഏതാൾക്കും സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന ആളാവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് കേരള ബമ്പർ, ഓണം ബമ്പർ ഒക്കെ എല്ലാവരും എടുക്കും അല്ലേ? എല്ലാ കേരളത്തിലും എല്ലാവരും എടുക്കുന്നുണ്ട് ഏകദേശം. അതിൽ ആരടിക്കും, ആർക്ക് ടിക്കറ്റ് അടിക്കും നമുക്കറിയില്ല, അത് ആർക്കും ആവാം. ഓക്കെ, so that is what random sampling. So it is a method of collecting sampling. ഇത് റാൻഡമൈസ് ചെയ്തെടുക്കുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ കോട്ടയം നിശ്ചയിക്കാതെ അല്ലെങ്കിൽ വുമൺസ് മാത്രം, മെന്ന് മാത്രം, ഇത്ര ഏജിന് അങ്ങനെയൊന്നുമില്ല. റാൻഡമൈസ് ചെയ്ത റെസ്പോൺസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. സോ റാൻഡം സാമ്പിളിംഗ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ലോട്ടറി മെത്തേഡ്. ദെൻ നോൺ റാൻഡം അതിൽ റാൻഡം സാമ്പിളിംഗിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് ടു ബി ഗെറ്റ് സെലക്ടഡ്. ഓക്കെ, നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇൻ എ നോൺ റാൻഡം സാമ്പിളിംഗ് method all the units of the population do not have an equal chance of being selected. അതായത് പോപ്പുലേഷനിൽ എല്ലാ യൂണിറ്റിനും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, ഈക്വൽ ചാൻസ് ഇല്ല ടു ഗെറ്റ് സെലക്ട് ആവാനുള്ള ചാൻസ് ഈക്വൽ അല്ല. ഓക്കെ, കൺവീനിയൻസ് ഓർ ജഡ്ജ്മെന്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ plays an important role in selection of the sample. They are mainly selected on the basis of judgment, purpose, convenience or quota and ആർ നോൺ റാൻഡം സാമ്പിൾ. സോ നോൺ റാൻഡം സാമ്പിൾ ആവുന്ന സമയത്ത് പോപ്പുലേഷൻ എല്ലാ യൂണിറ്റിനും ഈക്വൽ ചാൻസ് ഒന്നുമില്ല ടു ബി ഗെറ്റ് സെലക്ടഡ്. അത് ആര് ഇൻവെസ്റ്റിഗേറ്ററാണ് തീരുമാനിക്കുന്നത് ആരെ സെലക്ട് ചെയ്യണം. അത് അയാളുടെ കൺവീനിയൻസ് അല്ലെങ്കിൽ അയാളുടെ പർപ്പസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അയാൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. സോ കൺവീനിയൻസ് ഓർ ജഡ്ജ്മെന്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ പ്ലേസ് എ വൈറ്റൽ റോൾ. എന്തൊക്കെ കൺസിഡർ ചെയ്യും, പർപ്പസ് കൺസിഡർ ചെയ്യും, അതേപോലെ തന്നെ കൺവീനിയൻസ്, അയാളുടെ കൺവീനിയൻസും എടുക്കുന്ന ആളുടെ കൺവീനിയൻസും കൺസിഡർ ചെയ്യണം. എന്നിട്ട് അയാൾ ചില സമയത്ത് ഒരു കോട്ട നിശ്ചയിക്കും, ഇന്ന ആളുകൾ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞൊരു കോട്ടയൊക്കെ നിശ്ചയിക്കും. സോ ഓക്കെ, ഓൺലി വുമൻസ്. അതപ്പോൾ ഈക്വൽ ചാൻസ് ഇല്ല ടു ബി ഗെറ്റ് സെലക്ടഡ് ഫ്രം ദ പോപ്പുലേഷൻ യൂണിറ്റ് മേ നോട്ട് ഹാവ് എൻ ഈക്വൽ ചാൻസ്. പക്ഷേ അതേ സമയത്ത് ഇറ്റ് വോണ്ട് ബി റാൻഡം. ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺവീനിയൻസ് ആൻഡ് പർപ്പസ് ഓഫ് ദ റിസർച്ചർ. Sampling and non-sampling errors. The difference between the actual value of the parameter of the population and its estimate from the sample is the sampling error. So sampling error എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എടുത്തു, പോപ്പുലേഷൻ നമ്മൾ സാമ്പിൾ എടുത്തു, സാമ്പിളിൽ നിന്ന് നമ്മൾ മെഷേഴ്സ് എടുത്തു, സാമ്പിളിൻ്റെ മെഷർ നമ്മൾ സാമ്പിൾ മീൻ എന്നാണ് പറയുക, പോപ്പുലേഷൻ്റെ മീൻ നമ്മൾ പോപ്പുലേഷൻ മ്യൂ എന്നാണ് പറയുക. സോ ആ ഡിഫറൻസ് ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുക, സാമ്പിളിംഗ് എറർ എന്ന് പറയുക. അതായത് എത്രമാത്രം സാമ്പിൾ പോപ്പുലേഷനിൽ നിന്ന് ഡീവിയേറ്റ് ആയി കിടക്കും. നമ്മൾ സാമ്പിൾ എടുത്തതിനാണ് പോപ്പുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാണ്, പക്ഷേ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ വളരെ ദൂരെയാണെങ്കിൽ സോ that difference is called sampling error. So how much sample is deviated from the population, that is what called as sampling error. That is how much sample parameter, sample statistics, നമ്മൾ സാമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും, പോപ്പുലേഷൻ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയും. സോ ഹൗ മച്ച് sample statistics are different from population parameter is called sampling error. Sampling error എന്ന് പറയുന്നത് പോപ്പുലേഷൻ എത്രമാത്രം സാമ്പിൾ എത്രമാത്രം റെസ്പെക്റ്റീവ് പോപ്പുലേഷനിൽ നിന്ന് ഡീവിയേറ്റഡ് ആണ്, ദാറ്റ് ഇസ് സാമ്പിളിംഗ് എറർ. ഓക്കെ, it is possible to reduce the magnitude of sampling error by taking large samples. സോ എങ്ങനെ നമുക്ക് സാമ്പിളിംഗ് എറർ കുറയ്ക്കാം? പോപ്പുലേഷനിൽ നിന്ന് ഒരു ലാർജ് സാമ്പിൾ എടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിളിംഗ് എറർ കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ നോൺ സാമ്പിളിംഗ് എറർ എന്താണ്? സാമ്പിളിംഗ് കൊണ്ട് അല്ലാതെ വരുന്ന എറേഴ്സ്. ഓക്കെ, non-sampling errors are more serious than sampling errors because a sampling error can be minimized by taking larger sample. It is difficult to minimize non-sampling error even by taking large sample. So sampling error എന്താണ്? നമുക്ക് കൂടുതൽ ലാർജ് സാമ്പിൾ എടുക്കുന്നതിലൂടെ കുറയ്ക്കാൻ പറ്റും, പക്ഷേ നോൺ സാമ്പിളിംഗ് എറർ കുറയ്ക്കാനായിട്ട് സാധിക്കില്ല ലാർജ് സാമ്പിൾ എടുക്കുന്നതിലൂടെ. ഓക്കെ, സം ഓഫ് ദ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ സാമ്പിളിംഗ് ബയാസ്. നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ വരുന്ന ബയാസ്. ഓക്കെ, പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്പിൾ എടുത്തു, പക്ഷേ എടുത്ത സാമ്പിൾ ബയാസ് ആയിപ്പോയി, വേണ്ട രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. നോൺ റെസ്പോൺസ് എറർ, ചില സമയത്ത് റെസ്പോൺസ് പ്രോപ്പറായിട്ട് റെസ്പോൺസ്, ചില ക്വസ്റ്റ്യനൊന്നും റെസ്പോൺസ് തന്നോണമെന്നില്ല. ദെൻ എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ എടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെക്കോർഡിക്കൽ മിസ്റ്റേക്ക്, ഇപ്പോൾ 5 എന്നുള്ള ഒരു ഡാറ്റ നമ്മൾ 10 എന്ന് അറിയാതെ എഴുതിപ്പോയി, അല്ലെങ്കിൽ ശരി എന്നുള്ളത് തെറ്റെന്ന് എഴുതി. സോ റെക്കോർഡിക്കൽ മിസ്റ്റേക്സ്, അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ എന്താണ്? നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. അത് നമുക്ക് തിരുത്താനായിട്ട് സാധിക്കില്ല ബൈ ടേക്കിംഗ് ലാർജ് സാമ്പിൾ. ഓക്കെ, ദെൻ സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSSO. ഓക്കെ, ഇന്ത്യയുടെ സെൻസസും നാഷണൽ സാമ്പിളിംഗ് ഇന്ത്യ ആൻഡ് NSSO, അതായത് നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷനാണ് നമ്മൾ NSSO എന്ന് പറയുക. ഇന്ത്യയിലെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ദർ ആർ സം ഏജൻസീസ് ബോത്ത് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ടു കളക്ട് പ്രോസസ് ആൻഡ് ടാബ്ലേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യാനും ടാബ്ലേറ്റ് ചെയ്യാനും ആരുണ്ട്? സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, some of the agencies at the national level are Census of India. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ Census of India ഉണ്ട്, അതേപോലെ നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ NSS ഉണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് CSO ഉണ്ട്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ RGI ഉണ്ട്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് DGCIS ഉണ്ട്, ലേബർ ബ്യൂറോ ഉണ്ട്. സോ ഇന്ത്യയിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നെയിംസ് ഒക്കെയാണ്, ജസ്റ്റ് ഓർത്ത് വെക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ സെൻസസ് നമുക്കറിയാമല്ലോ, സെൻസസ് എടുക്കുന്ന സെൻസസ് ഓർഗനൈസേഷൻ നമുക്കറിയാം. ദെൻ നാഷണൽ നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഉണ്ട്. അങ്ങനെ 2-3 പേര് ഓർത്ത് വെക്കുക. ഓക്കെ, the Census of India provides the most complete and continuous demographic record of population. Population demographic picture പറ്റി ഒരു കംപ്ലീറ്റ് റെക്കോർഡാണ് ആര് കൊടുക്കുന്നത്? സെൻസസ് കൊടുക്കുന്നത്. ഓക്കെ, the census is being regularly conducted every 10 years since 1881. 1881 തൊട്ട് എല്ലാ 10 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? സെൻസസ്, പോപ്പുലേഷൻ സെൻസസ് എടുക്കാറുണ്ട്. The first census after independence was conducted in 1951. 1947 ശേഷം, ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യമായിട്ട് സെൻസസ് എടുക്കുന്നത് എന്താണ്? 1951. The census officials collect information on various aspects of population such as size, density, sex ratio, literacy, migration, rural urban distribution, etc. So സെൻസസ് എടുക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കവർ ചെയ്യും. ഏതൊക്കെയാണ്? സൈസ് കവർ ചെയ്യും, ഡെൻസിറ്റി കവർ ചെയ്യും, സെക്സ് റേഷ്യോ കവർ ചെയ്യും, ലിറ്ററസി കവർ ചെയ്യും, മൈഗ്രേഷൻ കവർ ചെയ്യും, റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ കവർ ചെയ്യും, എല്ലാം കവർ ചെയ്യും. So census data is interpreted and analyzed to understand many economic and social issues in India. സോ ഇന്ത്യയിൽ ഒരുപാട് എക്കണോമിക്, സാമ്പത്തികവും അതേപോലെ തന്നെ സാമൂഹികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന സെൻസസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ദ NSS വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് നാഷൻ വൈഡ് സർവേ ഓൺ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ്. സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? NSSO ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, the data collected by NSS are released through reports and its quarterly journal സർവേക്ഷണ. ഈ പറയുന്ന ക്വാർട്ടർലി ജേണൽ സർവേക്ഷണ എന്ന് പറയുന്ന ക്വാർട്ടർലി ജേണലിലാണ് ഈ കളക്ട് ചെയ്ത
ഇൻഫർമേഷൻ സെൻസസ് ഇൻഫർമേഷൻ നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്വാർട്ടർലി ആണത്, എല്ലാ ക്വാർട്ടറിലും അത് വരും. ഓക്കെ. NSS പ്രൊവൈഡ്സ് പീരിയോഡിക് എസ്റ്റിമേറ്റ്സ് ഓഫ് ലിറ്ററസി. ഓക്കെ, അതായത് NSS കളക്ട് ചെയ്യുന്ന ഡാറ്റ അവർ ആ ക്വാർട്ടർലി ജേർണലിൽ എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ. NSS provides periodic estimates of literacy, school enrollment, utilization of education services, employment, unemployment, manufacturing and service sector enterprises, morbidity, maternity, child care, utilization of the public distribution system, etc. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, NSS കവർ ചെയ്യും. സോ NSS provides detailed information about എന്തൊക്കെയാണ് അൺഎംപ്ലോയ്മെന്റിനെ പറ്റി, മാനുഫാക്ചറിങ്ങിനെ പറ്റി, എഡ്യൂക്കേഷനെ പറ്റി, ഈ കാര്യങ്ങളെ പറ്റി എല്ലാം എന്ത് ചെയ്യും, NSS പീരിയോഡിക്കായി ഡാറ്റ കളക്ട് ചെയ്ത് അവരുടെ ക്വാർട്ടർലി ജേർണലായ സർവേക്ഷണയിൽ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. ഓക്കെ. സോ ആ പറയുന്ന ഈ ജേർണൽ എന്തായിരിക്കും അപ്പം, ഇറ്റ് വിൽ ബി എ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ അല്ലേ, സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ ആയിരിക്കും. സോ ദീസ് ആർ അബൌട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു, കളക്ഷൻ ഓഫ് ഡാറ്റ കണ്ടു, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, പിന്നെ സർവേ മെത്തേഡ് കണ്ടു, സാമ്പിളിംഗ് മെത്തേഡ് കണ്ടു. പിന്നെ നമ്മൾ സർവേ മെത്തേഡ് സെൻസസ് സർവേ അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയാറുണ്ട്. സാമ്പിളിംഗ് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ സാമ്പിൾ എടുത്ത് പഠിക്കുന്നു. ഡിഫറെൻറ്റ് മെയിൻസ് നമ്മൾ കണ്ടു, ക്വസ്റ്റ്യർ, ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിലിംഗ്, ക്വസ്റ്റ്യർ, ഇതെല്ലാം നമ്മൾ കണ്ടു. സോ വി ഹാഡ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ അബൌട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.